ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് വോളിയം ഇംബാലൻസ്, അതായത് എന്താണ് വോളിയം ഇംബാലൻസ്. ഈ ഒരു വോളിയം ഇംബാലൻസ് എന്ന് പറയുന്ന സന്ദർഭം മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ആ ഒരു വോളിയം ബാലൻസിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിലൊരു എൻട്രി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം, എവിടെ എൻട്രി എടുക്കുക, എവിടെ എസ് എൽ വെക്കുക, എവിടെ ടാർഗറ്റ് വെക്കുക എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോണത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇനീഷ്യലായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് വോളിയം ഇംബാലൻസ് എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് ആദ്യം ഇനീഷ്യലായിട്ട് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് ഒരു 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നിരിക്കുകയാണ്. ഇത് ഈ ക്യാൻഡിൽ ബീറിഷ് ഓർ ഈ ക്യാൻഡിൽ ബീറിഷ് ആവണതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഈ ഒരു 3 ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്, ഈ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഇവിടെയാണ് ഒരു ക്യാൻഡലിൻ്റെ, ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. അതായത് ഇതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. ആൻഡ് ദെൻ ബുള്ളിഷ് ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് ഇവിടെയാണ്. അതായത് ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ തുടങ്ങിയിട്ട് ഇവിടെ പോയി അവസാനിക്കും. അപ്പോൾ അടുത്ത ക്യാൻഡിൽ തുടങ്ങേണ്ടത് എവിടെയാണ് അത് നമുക്ക് മനസ്സിലാവും. അടുത്ത ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ തുടങ്ങേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്യാൻഡിൽ തുടങ്ങേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഗ്യാപ്പ് തന്നിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത ബുള്ളിഷ് ക്യാൻഡിൽ തുടങ്ങിയിട്ടുള്ളത് ഒരു ഗ്യാപ്പ് മേലോട്ട് തന്നതിന് ശേഷമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതിൻ്റെ അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മേലേക്ക് പോയി ക്ലോസ് ചെയ്തു. എന്തിനാ അടുത്തത് തുടങ്ങിയിരിക്കുന്നത് നോക്കിയേ. അടുത്തത് തുടങ്ങിയിരിക്കുന്നത് കറക്റ്റായിട്ട് ഈ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെ അവിടെയാണ് അടുത്ത ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. അങ്ങനെയാണ് മാർക്കറ്റിൽ സംഭവിക്കേണ്ടത്. ഇത് നോർമൽ കേസസ് ആണ്, ഈ 2 ക്യാൻഡിലും നോർമൽ കേസസ് ആണ്. പക്ഷേ ഈ ഒരു കേസ് കണ്ടോ, അതായത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്ത അവിടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മൾ പറയണതാണ്, കണ്ടോ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ പറയണതാണ്, അതായത് ഈ ഒരു ഏരിയനെ നമ്മൾ പറയണതാണ് വോളിയം ഇംബാലൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വോളിയം ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ്, ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് ആദ്യത്തെ ക്യാൻഡിലിനെയും വെച്ചിട്ട് ഇത്തിരി മേലോട്ടോ താഴോട്ടോ അത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആവും. അതിൻ്റെ വൈസ് വേഴ്സയാണ് നമുക്ക് ഇത് ബുള്ളിഷ് എക്സാമ്പിളാണ്. പക്ഷേ ബിയറിഷ് എക്സാമ്പിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വൈസ് വേഴ്സയാണ്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ വേണം നമ്മൾ കണക്കാക്കണമെങ്കിൽ. അപ്പോൾ ബുള്ളിഷ് എക്സാമ്പിളിൽ നമുക്ക് ഈ മാർക്കറ്റ് ഇത് വന്നു, ഇവിടുന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഒരു ഏരിയനെ നമ്മൾ വോളിയം ബാലൻസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇതിന് എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്റ്റ് ആവുക? അപ്പോൾ ഇത് സാധാരണ FEG പോലെ തന്നെ, പക്ഷേ ഇതൊരു വേറെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. ഓക്കെ, മാർക്കറ്റ് മേലോട്ട് പോയതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഡൗണിലോട്ട് വന്നിട്ട് ഈ ഒരു വോളിയം ഇംബാലൻസിൽ ടാപ്പ് ചെയ്തു. മനസ്സിലായി? നമ്മളിപ്പോൾ സാധാരണ അത് FEG ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കുക, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈന്ന് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലോട്ടല്ലേ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുക ഒരു FEGയിൽ. അപ്പോൾ നമ്മൾ FEGയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ടാപ്പ് ചെയ്ത് നമുക്ക് എൻട്രി നമ്മൾ പ്ലേസ് ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ FEGൻ്റെ കേസസിൽ എടുക്കുക. അപ്പോൾ FEGൻ്റെ കേസസിൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ SL FEGൻ്റെ അടിയിലോ അങ്ങനെയായിട്ട് നമ്മൾ കൊണ്ട് സാധാരണ വയ്ക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കൗണ്ടിൽ പ്രൈസ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ബൈ ഓർ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്കൗണ്ട് പ്രീമിയത്തിലോ നമുക്ക് ആണോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതിനാണ് നമുക്ക് വോളിയം ബാലൻസ് എന്നുള്ള കേസസ് ഇതിലെടുക്കാം. ഓക്കെ, നമുക്ക് ഇത് റിയൽ ഗ്രാഫിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് പറയാം. ഈ ഒരു സംഭവം, ഈ ഒരു വോളിയം ഇംബാലൻസ് എന്നുള്ള സംഭവം നമുക്ക് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. പക്ഷേ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ മാത്രമല്ല എല്ലാ ടൈം ഫ്രെയിമിലും ഈ ഒരു വോളിയം ഇംബാലൻസ് എന്ന് പറയുന്ന കേസസ് ഉണ്ടാവും. അത് നമ്മളിപ്പോൾ ജസ്റ്റ് 1 ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേറെ ടൈം ഫ്രെയിമിലും ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഗോൾഡാണ്. ഗോൾഡിൻ്റെ 1 ഡേ ടൈം ഫ്രെയിമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് ഒരു വോളിയം ഇംബാലൻസ് ആണ്. മനസ്സിലായോ? ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തുടങ്ങിയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം തുടങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കും ഇവിടെ തൊട്ട് നമ്മൾ എന്തുകൊണ്ടാണ് എടുത്തില്ല, ഈ ഒരു ഇവിടെ അല്ലേ ക്ലോസിംഗ് പ്രൈസ്, അപ്പോൾ ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് ടു ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് അല്ലേ നമുക്ക് എടുക്കേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും. സോ ഇങ്ങനെയല്ല ഈ ഒരു കേസിൽ ഇത് വർക്കാവണത്. നമുക്ക് ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് ടു ഈ ഒരു ക്ലോസിംഗ് പ്രൈസ്, ഇവിടെയാണ് മാർക്കറ്റ്
റിട്രേസ് ചെയ്തിട്ട് ഇവിടെ ബാലൻസ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ബാലൻസ് ചെയ്യാത്ത ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വോളിയം ഇംബാലൻസ് എന്ന് പറയുക. ഓക്കെ, ഈ 1 ഡേ ടൈം ഫ്രെയിം നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ട് നമുക്ക് മനസ്സിലായി. അതായത് 1 ഡേ ടൈം ഫ്രെയിമിൽ വോളിയം ഇംബാലൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ആൻഡ് അതിനുശേഷം നമ്മൾ 1 hour ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നില്ലേ? അതായത് 24-ാം തീയതി ഓപ്പൺ ചെയ്തത് ഈ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ കറക്റ്റ് ഒരു വോളിയം ഇംബാലൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു വോളിയം ഇംബാലൻസിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത ഉടനെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കിവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്? മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ഹെവി ആയിട്ട് മാർക്കറ്റ് ബുള്ളിഷിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ദിവസം ഞാൻ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ എൻ്റെ ഡെയിലി ബയേഴ്സ് ബീറിഷിലോട്ട് വരാനുള്ള കാര്യം നമ്മൾ ഇൻസ്റ്റയിൽ നമ്മുടെ എൻട്രീസ് നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ബീറിഷിലോട്ടുള്ള എൻട്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം ബുള്ളിഷിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഈ ഒരു ദിവസം ഇങ്ങനെ ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മേലോട്ട് പോകുന്ന കരുതാണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഡൗണിലോട്ട് എൻട്രി കിട്ടിയത്? ഓക്കെ, ആ ഒരു റീസണാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാർക്കറ്റ് ഈ ഒരു വോളിയം ഇംബാലൻസിൽ വന്ന് ടാപ്പ് ചെയ്തു. ഞാൻ ഇന്ന് രാവിലെ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ്. മാർക്കറ്റ് ഈ ഒരു വോളിയം ഇംബാലൻസിൽ വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ മാർക്കറ്റ് വോളിയം ഇംബാലൻസിൽ വന്ന് ടാപ്പ് ചെയ്ത് ഉടനെ ഞാൻ എടുത്ത് ചാടിയിട്ട് ഡൗണിലോട്ട് എൻട്രി എടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ വോളിയം ഇംബാലൻസിലോട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ വേണം. നമ്മുടെ കൂടുതലായിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് വേണം. അതായത് നമ്മുടെ എൻട്രി നമ്മുടെ ടാർഗറ്റിലോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡയറക്ഷനിലോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൺഫർമേഷൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് 1 hour ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. എൻ്റെ 1 hour ടൈം ഫ്രെയിമിലേക്ക് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു 1 hour ക്യാൻഡലിൻ്റെ ഹൈ ആണ്. പക്ഷേ 1 ഡേ ക്യാൻഡലിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേ ക്യാൻഡലിലും ഈ ഒരു ഹൈ ഉണ്ടോ? 1 ഡേ ക്യാൻഡിൽ ഈ ഡേ ക്യാൻഡലിൻ്റെ ഹൈ ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ക്യാൻഡിൽ ഹൈ ഓർ ലോ, വീക്ക്ലി ക്യാൻഡിൽ ഹൈ ഓർ ലോ ആൻഡ് ഡേ ക്യാൻഡിൽ ഹൈ ഓർ ലോ. ഇതിൻ്റെ അടിയിലൊക്കെ എന്താ ഉള്ളത്? ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ലിക്വിഡിറ്റി ഉള്ളത്. അതായത് 1 ഡേ ക്യാൻഡലിൻ്റെ ഹൈ ഓർ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ലിക്വിഡിറ്റിയിലോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ലിക്വിഡിറ്റിയിലോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 1 ഡേ ക്യാൻഡലിൻ്റെ ഹൈ സ്വീപ്പും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോളിയം ഇംബാലൻസിൽ മാർക്കറ്റ് ടാപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള കൺഫർമേഷൻ ആയില്ലേ? മാർക്കറ്റ് ഡൗണിലോട്ട് വരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ 1 ഡേ ക്യാൻഡലിൽ നമുക്ക് ഡെയിലി ബൈസ് കിട്ടി. 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡെയിലി ബൈസ് കിട്ടി. ഡെയിലി ബൈസ് ഡൗണിലോട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് കൺഫർമേഷൻസ് വേണ്ടേ? അപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻസിന് വേണ്ടി നമ്മൾ 1 hour ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 1 hour ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ എന്താ വേണ്ടത്? 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ഹൈ ഉണ്ടോ? ഈ ഒരു ഹൈ എന്ന് പറയുന്നത് എന്താ? അതൊരു ലിക്വിഡിറ്റി അല്ലേ? മനസ്സിലായോ? ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മേലോട്ട് പോയി. അതിനുശേഷം ഈ ഒരു വോളിയം ഇംബാലൻസിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അതിനുശേഷമാണ് മാർക്കറ്റ് ഒരു ഡൗണിലോട്ട് പുഷ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ആൻഡ് ദെൻ നമ്മൾ 50 minute ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ ആ ഒരു സ്വീപ്പാണെന്ന് നമുക്ക് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഒരു എൻട്രി എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു കൺഫർമേഷൻ വേണ്ടേ? ഏതൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ വേണം, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൺഫർമേഷൻ വേണം. അത് നമ്മൾ ഈ ഒരു നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. അതായത് ഹൈ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്തു. ലോ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് 50 minute ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് 50 minute ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു ലോ കണ്ടോ? ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ഭയങ്കര പുഷ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ എന്ത് കാണാൻ പറ്റും? ഇവിടെ ഇന്നത്തെ ദിവസം ഓപ്പണിങ്ങിൽ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ? അതായത് ഇതിന് നമുക്കൊരു ഇതായിട്ട് എടുക്കാം. അതിപ്പോൾ ഞാൻ വരുന്ന വഴി പറഞ്ഞുതരാം.
ഓക്കെ, ഈ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഷിഫ്റ്റ് വന്ന് മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തു. എന്തായാലും ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണും. അതായത് കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബിഫോർ എ ഡൗൺ മൂവ്. അതാണ് ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. നമ്മൾ ഓർഡർ ബ്ലോക്കിൻ്റെ വീഡിയോയിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതായത് കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ, അതായത് 1 2 അപ്പ് ക്ലോസ് ക്യാൻഡിൽ ഉണ്ട്. ഒരു വലിയൊരു ബിയറിഷ് മൂവ് തരുന്നതിന് മുമ്പത്തെ ഒരു 2 അപ്പ് ക്ലോസ് ക്യാൻഡിൽ ഉണ്ട്. ഈ ഒരു ബിയറിഷ് മൂവ് FEGയോട് കൂടിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞ ഓർഡർ ബ്ലോക്ക്, ഈ ഒരു കൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിൽ. ഓക്കെ, മാർക്കറ്റ് അപ്പോൾ ഈ ഒരു വോളിയം ഇംബാലൻസിൽ ഇവിടുന്ന് വോളിയം ഇംബാലൻസിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തു. ആൻഡ് ദെൻ ഒരു റിട്രേസ്മെൻറ്റ്, നമുക്ക് റിട്രേസ്മെൻറ്റ് എവിടം വരെ വേണം നമുക്ക് റിട്രേസ്മെൻറ്റ് നമുക്ക് തരുന്ന നമ്മൾ വിചാരിക്കണമെങ്കിൽ, അതായത് റിട്രേസ്മെൻറ്റ് ഈ ഒരു ഡൗൺ പുഷ് തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ടാണ് മാർക്കറ്റ് റിട്രേസ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കും? 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് വെക്കുക? അതായത് നമ്മൾ ഇനീഷ്യൽ ടാർഗറ്റ് നമ്മൾ ഈ ഒരു ഈക്വൽ ലോസിൻ്റെ അടിയിൽ വെക്കും. അതായത് ഈ ക്യാൻഡലിൻ്റെ ലോ, ഈ ക്യാൻഡലിൻ്റെ ലോയും കണ്ടോ, ഇത് രണ്ടും റിലേറ്റീവ് ഈക്വൽ ലോസ് ആണ്. അതായത് ഇതിനെ നമ്മൾ ഈക്വൽ ലോസ് ആയിട്ട് എടുക്കും. ഇതിൻ്റെ അടിയിൽ നമ്മുടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇതിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ട്, ഇതിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ എല്ലാവിടെയും നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇവിടെ സേഫായിട്ട് ഒരു ടാർഗറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വേണം നമ്മളെ ടാർഗറ്റ് വെക്കാൻ. അതായത് ഈ ഒരു ലിക്വിഡിറ്റിയിൽ വേണം നമ്മൾ ടാർഗറ്റ് വെക്കാൻ. അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു ലിക്വിഡിറ്റി ടാർഗറ്റ് വെക്കാനുള്ള കാരണം? ഇവിടെ ഈ ഒരു ഡൗൺ ക്ലോസ് ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ബ്ലോക്കിലാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വെക്കാനുള്ള കാര്യം, ഫസ്റ്റ് ടാർഗറ്റ് വെക്കേണ്ടത്. ആൻഡ് ദെൻ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രേക്ക് എൻട്രിയിൽ നിന്ന് ബ്രേക്ക് മുകളിൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. എന്തായാലും നമുക്ക് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ടാർഗറ്റ് എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റിയിലോട്ട് വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. മോസ്റ്റ്ലി നമ്മുടെ ഈ ഒരു ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലോയിലോട്ടുള്ള വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു എന്ന് മനസ്സിലായി. ആൻഡ് ദെൻ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് ഉടനെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുമോ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ? ഇല്ല, കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിയാക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അല്ലാണ്ട് മാർക്കറ്റ് ചിലപ്പോൾ ഹെവി ആയിട്ട് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് മേലോട്ട് പോകാനുള്ള ചാൻസസും ഉണ്ട്. നമ്മൾ ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഏതൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ വേണ്ടത്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പല്ലേ നമ്മൾ വേണ്ടത്. നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആദ്യം വേണം. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ തന്നിട്ടുണ്ട് നോക്കി. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് ദെൻ നമുക്കൊരു MSS കൂടി വേണം. മാർക്കറ്റ് MSS തന്നിട്ടുണ്ടോ നോക്കിയേ. അത് എന്ത് MSS ആണ്? ബിയറിഷ് MSS ആണ്. അതായത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഡൗണിലോട്ട് പുഷ് ചെയ്യുക. അതെങ്ങനെയാണ് പുഷ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു FEG കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു FEG ഉണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം നോക്കിയേ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? ഞാൻ അത് മാർക്ക് ചെയ്തിട്ടില്ല, അത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ? ഈ ഒരു ഗ്യാപ്പ് ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് തട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു MSS മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. അത് എവിടം വരെ റിട്രേസ് ആണെന്നുള്ളത് ഈ ഒരു ഗ്യാപ്പും ഈ ഒരു FEGയും അതിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഗ്രസീവായിട്ട് ഡൗണിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു FEGയിലോട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? FEGയിലോട്ട് ടാപ്പ് ചെയ്ത ഉടനെ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യണം. മനസ്സിലായോ? അതിനാണ് ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയതിനെ മനസ്സിലാവും. മാർക്കറ്റ് ഇത്രയും നേരം ഇവിടെ നിന്നൊക്കെ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം, അതായത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അത് മാനിപ്പുലേഷൻസ് ആവാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ?
അതായത് ഇവിടെ നിന്നൊന്നും ഒരു മാർക്കറ്റ് ഒരു അഗ്രസീവായിട്ട് ഡൗണിലോട്ട് പുഷ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് അഗ്രസീവായിട്ട് മാർക്കറ്റ് ഡൗണിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് അഗ്രസീവായിട്ട് ഡൗണിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ ഒരു ചെറിയൊരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓർഡർ ബ്ലോക്കിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ മാർക്കറ്റിൽ? ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്കറ്റിൽ തന്നിട്ടില്ല. ആൻഡ് ദെൻ ഈ ഒരു ഹ്യൂജ് പുഷ് മാർക്കറ്റിൽ തന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നതിന് ശേഷം ഒരു ഷിഫ്റ്റ് മാർക്കറ്റിൽ തന്നു. അതായത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു MSS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു FEGയിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അഗ്രസീവായിട്ടാണ് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ അഗൈൻ ഒരു ചെറിയ റിട്രേസ്മെൻറ്റ് തന്നു. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലോട്ട് കയറി വീണ്ടും ഈ ഒരു വോളിയം ബാലൻസിലോട്ട് ചെറുതായിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അഗ്രസീവായിട്ട് ഡൗണിലോട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദെൻ മാർക്കറ്റ് വീണ്ടും ഒരു റിട്രേസ്മെൻറ്റ് തന്നു, വീണ്ടും അഗ്രസീവായിട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. അതായത് എൻട്രി നമ്മൾ എവിടെ നിന്ന് എടുത്തത്? ഈ ഒരു FEGയിലോട്ട് ടാപ്പ് ചെയ്ത ഉടനെ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും? നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ ഈ ഒരു സ്വിങ് ഹൈൻ്റെ മേലോട്ട് നമ്മൾ SL കൊണ്ട് വയ്ക്കും. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ് ഹൈൻ്റെ മേലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെച്ചു. നമ്മുടെ ടാർഗറ്റ്, ഇനീഷ്യൽ ടാർഗറ്റ് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റിയിൽ കൊണ്ടുവച്ചു. ആൻഡ് ദെൻ ഫൈനൽ ടാർഗറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ട ആ ഒരു ലോയിലോട്ട് നമുക്ക് ഫൈനൽ ടാർഗറ്റ് കൊണ്ടുവയ്ക്കാം. അതായത് മാർക്കറ്റ് ഈ ഒരു എൻട്രി നമ്മുടെ തന്നതിന് ശേഷം നമ്മുടെ SLും വെച്ചു, ടാർഗറ്റും വെച്ചു. അപ്പോൾ എൻട്രി എടുത്തു, മാർക്കറ്റ് അഗ്രസീവായിട്ട് നമ്മുടെ ടാർഗറ്റിലോട്ട് പുഷ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ടാർഗറ്റ് അടിക്കുമ്പോൾ നമ്മുടെ 75% ഓഫ് അവർ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു 1 ലോട്ടാണ് എടുത്തിരിക്കണമെന്ന് വെക്കുക, 1 ലോട്ട് അല്ലെങ്കിൽ 0.10 ലോട്ടാണ് എടുത്തിരിക്കണമെന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ 0.7 പൊസിഷനും നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായോ? 0.7 പൊസിഷൻ സൈസ്, അതായത് നമ്മൾ ഏത് പൊസിഷനിൽ എടുക്കുന്ന പോലെ ഉണ്ടാവും. നമ്മളത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 ലോട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.75 ലോട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്യും. ആൻഡ് ദെൻ ബാക്കിയുള്ള 25% ഓഫ് അവർ പൊസിഷൻ മാത്രമാണ് നമ്മൾ ബ്രേക്ക് ഈവനിൽ കൊണ്ട് വെച്ചതിന് ശേഷം, അതായത് നമ്മുടെ SL ഇവിടെ വയ്ക്കും. നമ്മുടെ എൻട്രി പൊസിഷനിൽ നമ്മുടെ SL കൊണ്ടുവയ്ക്കും. അതായത് എന്താ, മാർക്കറ്റ് വീണ്ടും ഈ തിരിച്ച് കയറിയതിന് ശേഷം ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് മേലോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷെ നമുക്ക് ലോസ് ഉണ്ടാവും? ഇല്ല, ലോസ് ഇല്ല. കാരണം എന്താ, നമ്മുടെ SL എവിടെ വെച്ചിട്ടുള്ളത്? എൻട്രി പൊസിഷനിലാണ് നമ്മുടെ SL വെച്ചിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഓവറോൾ 75% പ്രോഫിറ്റും കിട്ടി. മാർക്കറ്റ് മേലോട്ട് പോയി SL അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു, അത്ര തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ SL കൊണ്ട് എൻട്രി പോയിന്റിൽ വെച്ചതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കിയേ. മാർക്കറ്റിൽ റിട്രേസ്മെൻറ്റാണ് തന്നിട്ടുള്ളത്, അല്ലാണ്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയതല്ല. നമുക്കൊരു ഹെവി ആയിട്ടുള്ളൊരു അനാലിസിസ് ഉണ്ട് മാർക്കറ്റ് ഡൗണിലോട്ടാണ് വരിക എന്നുള്ളത്. കാരണം മാർക്കറ്റ് ഒരു വോളിയം ബാലൻസിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഡൗണിലോട്ട് വീണ്ടും തിരിച്ച് വരിക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പ്രോപ്പറായിട്ടുള്ള ബീറിഷ് മൂവ് ആണെന്ന് നമുക്ക് മനസ്സിലായി മാർക്കറ്റിൽ വരാൻ പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ആയതിനു ശേഷം എൻട്രി പോയിന്റിൽ SL വെച്ചു. എന്തും വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെവി ടാർഗറ്റ് അടിക്കും. ഇത് നമുക്ക് ബോണസ് പോലെയാണ്. മനസ്സിലായോ? നമുക്ക് മാർക്കറ്റിൽ എത്രത്തോളം പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. കാരണം മാർക്കറ്റ് റാൻഡമാണ്. മാർക്കറ്റിനെ നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെക്കൊണ്ട് മാർക്കറ്റിനെ എല്ലാ ടൈമും, അപ്പോൾ ഒരു 100% ടൈമും എന്നെക്കൊണ്ട് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളായിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരു 100% വിൻ റേറ്റ് എന്ന് പറയുന്ന സാധനമില്ല. ആരിനെ കൊണ്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് എന്ന് പറയുന്നത് റാൻഡമാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു എൻട്രി പോയിന്റിൽ നമ്മൾ SL വെക്കുന്നത്. ബാക്കി നമുക്ക് ഡൗൺലോട്ട് വ്യൂ, പക്ഷെ നമുക്ക് SLോട്ട് മാർക്കറ്റ് പോകാൻ നമുക്ക് തയ്യാറല്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ബ്രേക്ക് ഈവൻ പൊസിഷനിലോട്ട് നമ്മൾ SL വെച്ചു, വെയിറ്റ് ചെയ്തിട്ടിരുന്നു. അടിയിൽ നമ്മൾ ലിക്വിഡിറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് 300 ആ റേഞ്ചിലൊക്കെ, 3300 ആ റേഞ്ചിലൊക്കെ നമ്മുടെ വീണ്ടും ടാർഗറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. SL അടിച്ചാൽ പ്രോഫിറ്റാണ്, ഓവറോൾ പ്രോഫിറ്റാണ്. കാരണം നമ്മുടെ 70% നമ്മുടെ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ബാക്കി 25% പൊസിഷൻ നമ്മൾ SLലോട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ബ്രേക്ക് ഈവനിലോട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അനാലിസിസ് വേണം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, വോളിയം ഇംബാലൻസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കോളും. അടുത്ത വീഡിയോ കാണുന്നവരെ
ഓക്കെ ബൈ.